നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവരും എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് 10,000 രൂപയുണ്ട്, അതിന്റെ അടിയിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫോണ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരുപാട് അങ്ങനെ നോക്കി ഇതാക്കിയപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഈ ദീപാവലിയുടെ ടൈമിൽ ഒരു ഓർമ്മ വന്നത്. അത് നമ്മുടെ Redmi Y2 ഇപ്പോൾ ഏകദേശം 9,500 രൂപയ്ക്ക് അവൈലബിൾ ആണ്. സോ ആ ഫോണിനെ പറ്റി നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. അപ്പൊ പിന്നെ പോയേക്കാം. സോ പെർഫോമൻസ് വഴി നോക്കുകയാണെങ്കിൽ ഈ ഫോൺ സ്നാപ്ഡ്രാഗൺ 625 പ്രോസസ്സറാണ്. ഗെയിമിങ്ങിനൊക്കെ വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോസസ്സറാണ് ഈ ഫോൺ വരുന്നത്. മാത്രമല്ല ഇതിന് 4GB RAM 64GB ഉണ്ടാലും അതേപോലെ തന്നെ ഏറ്റവും ചെറിയ വേരിയന്റ് ആയി 3GB RAM 32GB വേരിയന്റിലും അവൈലബിൾ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ബേസ്ഡ് ഓറിയോയിലാണ് 8 അതായത് ഓറിയോയിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇപ്പോൾ അതിന്റെ ഗ്ലോബൽ സ്റ്റേബിൾ അപ്ഡേറ്റ് ആയ Y2 ഈ ഫോണിൽ അവൈലബിൾ ആണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫോൺ. അതായത് വെറും 9,500 രൂപ ഉള്ള വില നമ്മുടെ ഫോണാണെങ്കിൽ ഏകദേശം 6.6 ഇഞ്ച് ഉണ്ട്. അതായത് 5.99 ഇഞ്ചാണ്. ഇതിന്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നല്ല ക്യാമറയാണ്. അതായത് 12 മെഗാപിക്സൽ പ്ലസ് 5 മെഗാപിക്സൽ ക്യാമറ ആണ്. അതിൽ 5 മെഗാപിക്സൽ എന്ന് പറഞ്ഞാൽ ഡെപ്ത് സെൻസിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഈ SLR പോലുള്ള പോർട്രേറ്റ് മോഡിലേക്കാണ് നമ്മൾ ഈ ക്യാമറ ഈ ഡെപ്ത് സെൻസിംഗ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലാണത് 16 മെഗാപിക്സലാണ്. വളരെ നല്ല ഒരു ക്ലാരിറ്റിയോടെ നമുക്ക് ഇതിൽ ഫോട്ടോ കിട്ടുന്നുണ്ട്. പിന്നെ വേറെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ആൻഡ്രോയിഡ് ഓറിയോ ആണ്. പിന്നെ ഞാൻ ഇന്നാണ് MIUI 10 അപ്ഡേറ്റ് ചെയ്തത്. ഇതിൽ വളരെ നല്ലൊരു മെച്ചെന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ തേർഡ് പാർട്ടി ആപ്സ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതിന്റെ UI എന്ന് പറയുമ്പോൾ വളരെ സ്റ്റൈലിഷ് ലുക്കാണ്. അതായത് നിങ്ങൾക്ക് എന്ത് കാര്യം വളരെ ആസാനമായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതായത് ഇതിന്റെ UI എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇത് നോക്കൂ ഗൈസ്, ഇത് ഞാൻ ജസ്റ്റ് അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഇന്റർഫേസ് എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ട്, അതായത് നല്ല രസമാണ് ഇതിന്റെ ഓരോ UI കാണാൻ. ഇതൊക്കെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ്, ഓട്ടോ ബ്രൈറ്റ്നസ് എന്ന് പറയുമ്പോൾ വളരെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഞാൻ പുറത്തൊക്കെ പോയി വണ്ടിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ബ്രൈറ്റ്നസ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അതായത് കറക്റ്റ് ആപ്റ്റ് സിറ്റുവേഷനിൽ കറക്റ്റായിട്ടാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് കാണാൻ പറഞ്ഞാൽ അതായത് നമ്മുടെ പോക്കോ ഫോണിൽ വരുന്ന അതേപോലത്തെ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വൈഫൈ അതേപോലെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ എല്ലാത്തിനും വളരെ ഈസി ആയിട്ട് നമുക്കാണ് ഇതിൽ ചെയ്യാൻ കഴിയും. ഗായ്സ്, ഇതിന്റെ അതായത് ഫിംഗർ പ്രിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെൻസർ വളരെ സ്പീഡാണ്. അതായത് നമ്മൾ അൺലോക്ക് ചെയ്യുന്ന ഉടനെ തന്നെ നോക്കൂ, ടച്ച് ചെയ്യുന്നു, ആയി ലോക്കായി അൺലോക്കായി, ജസ്റ്റ് ടച്ച് ചെയ്താൽ ടാപ്പ് ചെയ്താൽ മതി, അപ്പോൾ ഓണാകുന്നു. വളരെ സ്പീഡാണ്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു ക്ലിയർ കട്ട് ബോഡിയാണ്. നല്ല ഹോൾഡ് ചെയ്യാൻ തന്നെ നല്ലൊരു പ്രീമിയം ഫീലാണ് നമുക്കിതിൻ്റെ ഈ ഫോൺ നമുക്ക് കിട്ടുന്നത്. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോട് MIUI 10 പറഞ്ഞല്ലോ. MIUI 10 ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇത് നോക്കും നിങ്ങൾ. ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആപ്സ്, അതായത് എന്തെങ്കിലും ക്യാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കളയാം. അതേപോലെ തന്നെ ഇതിൽ ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ട്. ഗൂഗിൾ അസിസ്റ്റന്റ് ഓൺ ചെയ്താൽ നമുക്ക് അതായത് എല്ലാ ടാപ്പ് ചെയ്ത് ജസ്റ്റ് സിമ്പിളായിട്ടാണ് നമുക്ക് ഇതിൽ ഗൂഗിൾ അസിസ്റ്റന്റൊക്കെ കിട്ടുന്നത്. പിന്നെ ഇതിൽ ക്ലീനർ സെൻഡ്, അതായത് മീ ഡ്രോപ്പിൽ നമുക്ക് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ QR കോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ സ്കാൻ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങളിപ്പോൾ വേറെ തേർഡ് പാർട്ടി ആപ്സ്, അതായത് ഇക്സിഗോ അതേപോലെ വേസ്മെട്രൈൻ അങ്ങനത്തെ കുറേ ആപ്പുകളുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് PNR നമ്മുടെ ഫോണിൽ എന്തെങ്കിലും ചെക്ക് ചെയ്യണമെങ്കിൽ വേറെ ആപ്പിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ ജസ്റ്റ് ഇതിൽ നമ്മൾ നോക്കി നമ്പർ അടിച്ച് PNR നമ്പർ കൊടുത്ത് ഇതിൽ നേരെ പ്രൊസീഡ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് നമ്മളെ PNR സ്റ്റാറ്റസിന് അറിയാൻ കഴിയും. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് സ്റ്റോക്സിന്റെ കാര്യം, അതായത് SBI, ടാറ്റ മോട്ടോഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ നിങ്ങൾ ഊബർ ഓല ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കറന്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ നിങ്ങളെ വന്ന് പിക്ക് ചെയ്യും. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് കുറച്ച് അതായത് ക്യാമറ സാമ്പിൾസ് ഒക്കെ കാണിച്ചു തരാം. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ ഓഡിയോ, വീഡിയോ, അതേപോലെ ഓഡിയോ ക്വാളിറ്റി, ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഇതിൽ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ ഉള്ളതാണ്. സോ ഫ്രണ്ട്സ്, ഇതാണ് ഈ ക്യാമറയുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇതിൽ എത്രത്തോളം വീഡിയോ സ്റ്റെബിലൈസ് ആയി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഓഡിയോ ഞാൻ ഈ ഫോണിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വീഡിയോ എത്രത്തോളം സ്റ്റേബിൾ ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഫ്രണ്ട്സ്, Redmi Y2 ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ, അതായത് 60 മെഗാപിക്സൽ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിൽ ഓഡിയോ ക്വാളിറ്റി, അതേപോലെ വീഡിയോ ക്വാളിറ്റി, ഇമേജ് സ്റ്റെബിലൈസേഷൻ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, ഇതാണ് Redmi Y2 നിന്ന് ഞാനെടുത്ത കുറച്ച് സാമ്പിൾ ഷോട്ട്സ്. സോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ പോർട്രേറ്റ് മോഡ് ഉണ്ടെന്നും അത് എങ്ങനെയാണ് അതിൻ്റെ ബ്ലർ, അതിൻ്റെ ആ വീഡിയോ ക്വാളിറ്റി, അതിൻ്റെ ഷാർപ്നെസ്, ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ Redmi Y2 ഈ പുതിയൊരു റിവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും വേഗം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാം. സോ ടേക്ക് കെയർ, പീസ് ഔട്ട്.